ഹായ് ഫ്രണ്ട്സ്, മഴതോറും മുമ്പേ സീരിയൽ വരാൻ പോകുന്ന അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് ഐയും കൂട്ടരും രോഹിത്തിനെയും കൂട്ടി തെളിവെടുപ്പിനായിട്ട് വരികയാണ്. ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് ജനങ്ങളെല്ലാം ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അതുപോലെ തന്നെ കുറച്ച് മുമ്പ് കുറേ നാട്ടുകാർ വന്ന് ഗേറ്റ് തല്ലിപ്പൊളിക്കാനും കല്ലെറിയുകയും മോശം വാക്കുകൾ ഉപയോഗിച്ച് കുറേ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അത്ര പെട്ടെന്നൊന്നും തള്ളി തുറക്കാൻ പറ്റാത്ത ഗേറ്റാണ്. ഐയും കൂട്ടരും കുറേ ഓൺ അടിക്കുന്നുണ്ടെങ്കിലും അകത്തു നിന്ന് ആരും അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം ഒരു കോൺസ്റ്റബിൾ ഐയോട് പറയുന്നുണ്ട്, സാറേ ഇവരുടെ ചേട്ടൻ വീട്ടിലുണ്ടാകും, അവനെ വിളിച്ച് ഗേറ്റ് തുറക്കാൻ പറയാമെന്ന് പറയുമ്പോഴേക്കും ഐ ഉടനെ മനുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിച്ചിട്ട് ഗേറ്റ് തുറക്ക്, എത്ര പ്രാവശ്യം ഓൺ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് അയാൾ ചൂടാകുമ്പോഴേക്കും സാറേ എനിക്ക് മനസ്സിലായില്ല ആരായിരുന്നു എന്നിങ്ങനെ മനു തിരിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസാണ്, എത്രയും പെട്ടെന്ന് വന്ന് ഗേറ്റ് തുറക്കാൻ പറയുക കേട്ടോ. അപ്പോഴേക്കും മനു സോറി സാർ ഇപ്പം തന്നെ വന്ന് തുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് മനു പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് റിമോട്ട് ഉപയോഗിച്ചിട്ട് തന്നെ ഗേറ്റ് തുറക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അകത്തേക്ക് കയറി വരികയാണ്. അതുപോലെ വണ്ടിയിൽ നിന്ന് ഹരി ഇറങ്ങുമ്പോൾ പോലും മനു ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഹരിക്കാണെങ്കിലും മനുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ചെറിയ ചമ്മലൊക്കെ ഉണ്ട്. എന്നാലും ഹരിയുടെ ആ ഒരു നോട്ടത്തിൽ ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. മനു ദേഷ്യത്തോടെ നോക്കുമ്പോൾ പോലും ഒരു കൂസലും ഇല്ലാതെ ഹരി തിരിച്ച് നോക്കുകയാണ് മനുവിനെ. എന്നിട്ട് പോലീസുകാർ ഹരിയും കൂട്ടിക്കൊണ്ട് തന്നെ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇവൻ ഒരാൾ കാരണം ഈ കുടുംബത്തിന് ഇതുപോലുള്ള പേരുദോഷങ്ങളും നാണക്കേടും ഒക്കെ ഉണ്ടായല്ലോ. പോലീസുകാരും ഈ വീട്ടിലേക്ക് കയറി. അങ്ങനെ അവൻ്റെ അവസ്ഥയൊക്കെ ഓർത്തുകൊണ്ട് തന്നെ മനു അവിടെ സങ്കടപ്പെട്ട് നിന്നു പോവുകയാണ്. അങ്ങനെ ഐയും കോൺസ്റ്റബിൾസും ഒക്കെ ഹരിയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. ആ സമയത്ത് കമലയാകെ ടെൻഷൻ അടിച്ചിങ്ങനെ വെപ്രാളപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. അകത്തോട്ട് ചെന്ന് കമലയെ കാണുമ്പോഴേക്കും ഐ ഹരിയെ അങ്ങോട്ടേക്ക് മാറ്റി നിർത്തുന്നുള്ള രീതിയിൽ കണ്ണ് കാണിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു PC അവൻ്റെ കഴുത്തിന് തന്നെ പിടിച്ച് അങ്ങോട്ടേക്ക് തള്ളി വിടുകയാണ്. ഹരി അവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോഴേക്കും ഐ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണോടാ നിന്റെ തള്ളയെന്ന്. അപ്പോഴേക്കും ഹരി കമലയുടെ മുഖത്ത് പോലും നോക്കാൻ വയ്യാതെ തല കൊമ്പിട്ട് തന്നെ നിൽക്കുകയാണ്. ചോദ്യത്തിന് മറുപടി കിട്ടാത്തതുകൊണ്ട് തന്നെ ഐക്ക് ദേഷ്യം വന്നിട്ട് അവൻ്റെ തലമുടിയെ പിടിച്ച് വലിച്ച് മുകളിലേക്ക് നോക്കിച്ചിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നന്നായിട്ട് നോക്കിയിട്ട് കണ്ണ് തുറന്ന് നോക്കിയിട്ട് തന്നെ പറയടാ, ഇതാണോ നിന്റെ പെറ്റ് തള്ള എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ കമലയുടെ മുമ്പിൽ വെച്ച് തന്നെ. അപ്പോഴേക്കും ഹരിക്ക് അത് നന്നായിട്ട് വേദനിച്ചു. ഹരി അതേന്ന് തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് കമലയോടായിട്ട് ഐ ചോദിക്കുന്നുണ്ട്, എന്തായാലും നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ മോനെ വളർത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇവൻ്റെ കയ്യിലില്ലാത്ത പോക്കൃത്തരങ്ങളൊന്നും തന്നെ ഇല്ല. നന്നായി, മോനെ ഇങ്ങനെ തന്നെ വളർത്തണം എന്നൊക്കെ ഒരു പരിഹാസത്തോടെ തന്നെ അയാൾ പറയുകയാണ് കേട്ടോ കമലയുടെ അടുത്ത്. എന്നിട്ട് അലീന എന്ന ജോലിക്കാരി പെണ്ണ് ഈ വീട്ടിലല്ലേ ആദ്യം നിന്നതെന്ന് ചോദിക്കുകയാണ് കമലയുടെ അടുത്ത്. കമല അതേ എന്നിങ്ങനെ പതിഞ്ഞ സ്വരത്തോടെ തന്നെ പറയുന്നുണ്ട്. ഐ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ പെൺകുട്ടിയെ നിങ്ങളുടെ മകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അത് നിങ്ങൾ അറിഞ്ഞായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആദ്യം അറിഞ്ഞില്ല എന്ന് കമല പറയുന്നുണ്ട്. അതിന് പിന്നെ ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ടുകൊണ്ട് അറിഞ്ഞു എന്നും പറയുകയാണ്. അപ്പോഴേക്കും ഐ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഒന്നുകിൽ നിങ്ങൾ അറിഞ്ഞായിരുന്നോ ഇല്ലെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയണം, ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഞാൻ അറിഞ്ഞായിരുന്നു എന്ന് തന്നെ കമല പറയുകയാണ്. അന്നേരപ്പോഴേക്കും ഐ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഓഹോ അപ്പോൾ എല്ലാവരും അറിഞ്ഞു അല്ലേ, അപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണല്ലോ അല്ലേ ഈ കേസ് അങ്ങ് ഒതുക്കി വെച്ചത് എന്നിങ്ങനെ ചോദിക്കാം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങളുടെ മോൻ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് നിങ്ങൾക്ക് അറിയാവോ. അലീന എന്ന ആ പെൺകുട്ടിയെ സ്വർണവും പണവും ഉപയോഗിച്ച് ഇവൻ വശീകരിക്കാൻ നോക്കി. എന്നിട്ടും ഇതൊന്നും നടപടിയാകത്തില്ലെന്ന് മനസ്സിലായപ്പോഴാണ് ഇവൻ്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുത്തത്. അത് മാത്രമല്ല ആ ബാലചന്ദ്രന്റെ മകളുണ്ടല്ലോ, എന്തായിരുന്നു ആ കുട്ടിയുടെ പേര്, ബബിത. ബബിതയോടും ഇവൻ അതേ രീതിക്ക് തന്നെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവളെയും വശീകരിക്കാൻ നോക്കിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അവളെ ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയതാ ഒന്ന് കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കിട്ടിയില്ലായിരിക്കും അല്ലേടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഹരിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും കമൽ ഇതൊക്കെ കേട്ട് തല താഴ്ത്തി ഇങ്ങനെ നാണം കെട്ട് നിൽക്കുകയാണ് കേട്ടോ. ഐ എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെയാ ഞങ്ങൾ അറിഞ്ഞതെന്ന് ഇപ്പം നിങ്ങൾ സംശയിക്കുന്നുണ്ടായിരിക്കും അല്ലേ. എല്ലാം ഇവൻ തന്നെ പറഞ്ഞതാ, ഇടിച്ച് പരിപ്പെടുത്ത് ഞങ്ങൾ ഇവനെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിച്ചതാ. ഇവൻ ആദ്യം കുടിച്ച മുലപ്പാൽ വരെ ഞങ്ങൾ ഇവനെ കൊണ്ട് ഛർദ്ദിപ്പിച്ചു. അങ്ങനെയാ അവൻ എല്ലാം തുറന്നു പറഞ്ഞെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം കേട്ട് കമല ആകെ നാണം കെട്ട് നാറി നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവൻ്റെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാ. ഇനിയും ആ റൂമിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, അതൊക്കെ എന്തായാലും ഒന്ന് കണ്ടുപിടിച്ചെടുക്കണം, എല്ലാം തെളിവുകളല്ലേ. എന്തായാലും ഇവൻ്റെ റൂം ഒന്ന് കാണിച്ചതാ എന്നിങ്ങനെ കമലയോട് തന്നെ പറയുന്നുണ്ട്. കമല എന്നിട്ട് ഇങ്ങനെ പേടി ചന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് ഐ വീണ്ടും കുറച്ച് ഗാംഭീര്യത്തോടെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ, മര്യാദയ്ക്ക് ഇവൻ്റെ റൂം കാണിച്ചതാ എന്നിങ്ങനെ പറയുകയാണ്. അയാളുടെ മുമ്പിൽ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് കേട്ടോ കമല. ഈ പറയുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ഹരിക്കിട്ട് നല്ല തട്ടും തോണ്ടും ഒക്കെ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഹരിയുടെ റൂം കാണിച്ചു തരാൻ പറയുമ്പോഴേക്കും കമല ആദ്യം തന്നെ മുന്നേ നടക്കുകയാണ് കേട്ടോ. തൊട്ട് പുറകെ തന്നെ ഹരിയും കൂട്ടി ഐയും പിന്നെ കോൺസ്റ്റബിൾസും മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ആകെ വിഷമിച്ച് ഒന്നും ചെയ്യാനോ പറയാനോ പറ്റാത്തൊരു സിറ്റുവേഷനിൽ മനപ്രയാസം കാരണം മാറി നിൽക്കുകയാണ് നമ്മുടെ മനു.
അങ്ങനെ മുകളിൽ ചെന്ന് ഹരിയുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ് കമല. അപ്പോഴേക്കും മെസ്സേജ് ഇത് തന്നെയാണോടാ നിൻ്റെ റൂം എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതേ എന്ന് പറയുന്നുണ്ട് ഹരി. എന്നാൽ റൂം തുറക്ക് എന്നിങ്ങനെ ഹരിയോട് തന്നെ പറയുമ്പോഴേക്കും ഹരി റൂം തുറക്കുകയാണ് കേട്ടോ. റൂം തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും ഹരിക്ക് ആകെ വെപ്രാളമാണ്. കാരണം ഹരിക്ക് അറിയാമല്ലോ റൂമിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്നുള്ളത്. അതൊക്കെ തൊണ്ടിമുതലായിട്ട് ഇവർ കണ്ടെടുത്താൽ അതോടുകൂടി തീരും എന്നുള്ളത് ഹരിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഹരി വന്നിങ്ങനെ വിറച്ച് നിൽക്കുകയാണ്. അങ്ങനെ എസ് ഐയും ഹരിയും കോൺസ്റ്റബിൾസും എല്ലാവരും തന്നെ റൂമിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. എന്നിട്ട് ഹരിയോടായിട്ട് എസ് ഐ പറയുന്നുണ്ട്, നിന്റെ പെൻഡ്രൈവ്, ലാപ്ടോപ്പ്, CD-കൾ, മെമ്മറി കാർഡ്, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം തന്നെ പെട്ടെന്ന് ഇങ്ങനെ എടുത്തതാ, എനിക്ക് ഒട്ടും സമയമില്ല എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. അപ്പോൾ ഹരി പറയുന്നുണ്ട്, സാറേ അപ്പോൾ എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുകയല്ലേ, ഞാൻ എങ്ങനെ എടുക്കാനെന്ന് പറയുമ്പോഴേക്കും നീ അതൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി, ഇവരതൊക്കെ തപ്പിയെടുത്തോളൂ എന്ന് തന്നെ അയാൾ വീണ്ടും പറയുകയാണ്. അന്നേരം ഹരി ഓരോ സാധനങ്ങളും എവിടെയൊക്കെ ഇരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡ്രോയറിലുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് അതൊക്കെ തുറന്നു നോക്കി അതിൽ നിന്ന് കുറച്ച് മെമ്മറി കാർഡും പെൻഡ്രൈവും ഒക്കെ തപ്പിയെടുക്കുകയാണ്. എസ് ഐ എന്നിട്ട് ഇത് മാത്രമേ ഉള്ളൂടാ, വേറൊന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതുപോലെ ലാപ്ടോപ്പും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഹരിയുടെ അടുത്തേക്ക് നീങ്ങി എന്നിട്ട് എസ് ഐ ചോദിക്കുന്നുണ്ട്, മറ്റേ സാധനം നീ എവിടെയാടാ ഒളിപ്പിച്ചേക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഹരിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, അയ്യോ സാറ് ഇല്ല, അതൊന്നും ഇവിടെ ഇല്ല, എൻ്റെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ഹരിക്കിട്ട് അവർ തട്ട് കൊടുത്തോണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കൊന്നുമില്ല, നിന്റെ കയ്യിൽ അതുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, വെളച്ചിലെടുക്കാതെ മര്യാദയ്ക്ക് അതിങ്ങ് എടുത്തോ എന്നിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് തന്നെ കമല വെളിയിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നുണ്ട്. നീ രണ്ടുപേർക്ക് കൊടുത്തതുമല്ലേ, എന്തായാലും അതിവിടെ ഉണ്ടാവും, അതില്ലാതിരിക്കില്ല എന്നൊക്കെ അയാൾ തറപ്പിച്ച് പറയുകയാണ്. അപ്പോഴും ഹരി ഇല്ല, എൻ്റെ ഇല്ല, ഇവിടെ ഇല്ല എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്നിട്ട് എസ് ഐ കാരണം തീർത്ത് ഹരിക്ക് ഒരെണ്ണം കൊടുക്കുകയാണ്. എസ് ഐ നല്ല ബലത്തിൽ തന്നെ ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഹരിക്ക് നന്നായിട്ട് വേദനിച്ചു. ഹരി ഉടനെ തന്നെ കൈ കൊണ്ട് കാവലിങ്ങനെ പൊത്തിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അടി കൊടുത്തതിന് ശേഷം വീണ്ടും എസ് ഐ പറയുന്നുണ്ട് മര്യാദയ്ക്ക് അതിങ്ങനെ എടുത്തു തരാൻ. അങ്ങനെ ഹരി ആ മയക്കുമരുന്ന് എടുത്ത് പോലീസിൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു കവറെടുത്ത് കയ്യിലോട്ട് കൊടുക്കുമ്പോഴേക്കും എസ് ഐക്ക് സംശയമാണ് കേട്ടോ, ഇനിയും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അടുത്ത കവറും കൂടെ ഹരി എടുത്ത് കൊടുത്തേക്കാണ് കേട്ടോ. കാരണം ആദ്യം കിട്ടിയ അടി അത്രയും നല്ല അടിയായിരുന്നല്ലോ. അതുകൊണ്ട് ആ 2 പാക്കറ്റും എടുത്ത് അങ്ങ് എസ് ഐയുടെ കയ്യിൽ കൊടുക്കുകയാണ് ഹരി. അതിങ്ങനെ കൈ കിട്ടി കഴിയുമ്പോഴേക്കും എസ് ഐ അതിങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അപ്പോൾ ഇതാണ് നിന്റെ മയക്കുമരുന്ന്, ഇനി വേറെ എവിടെയെങ്കിലും ഇത് വെച്ചിട്ടുണ്ടോടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് പറയുകയാണ്. ഏതായാലും കണ്ടെടുത്ത സാധനം പീസയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് തൊണ്ടി മുതലാണ്, സൂക്ഷിച്ച് വെച്ചോണം, കളഞ്ഞേക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അതങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇല്ല സാർ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ പീസ് ചെയ്ത് മേടിച്ച് കയ്യിൽ പിടിക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഈ റൂമിൽ നീ ഒളിപ്പിച്ചിട്ടുണ്ടോടാ എന്നിങ്ങനെ ഹരിയോട് എസ് ഐ ചോദിക്കുമ്പോഴേക്കും ഇല്ല എന്ന് ഹരി പറയുകയാണ് കേട്ടോ. അപ്പോഴും എസ് ഐക്ക് നല്ല സംശയമാണ് കേട്ടോ. കൂടെയുള്ള പോലീസുകാരോട് പറയുന്നുണ്ട്, ഇവൻ്റെ റൂം എന്നാലും നിങ്ങൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ച് പറക്കുന്നു, അതുപോലെ അവൻ്റെ ആ ഡ്രസ്സുകൾക്കിടയിലും എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും കൂടെ നോക്കിയേരെ, ഇനി എന്തെങ്കിലും അവൻ അവിടെ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലോ, ഇനി നമുക്ക് എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാലോ എന്നൊക്കെ അയാൾ പറയാം കേട്ടോ. എന്തായാലും ഇതെല്ലാം കണ്ടും കേട്ടും പേടിച്ച് വരച്ച് നാണക്കേടോട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ കമല. അതിനുശേഷം ഹരിയുടെ റൂം എല്ലാം പരിശോധിച്ചതിന് ശേഷം അവർ താഴേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. ഹരിയെ കൂട്ടിക്കൊണ്ട് തന്നെ താഴോട്ട് അവർ വരികയാണ്. ഈ സമയത്ത് മനു മുകളിലേക്ക് ഒന്നും കയറി പോയിട്ടുണ്ടായിരുന്നില്ല. മനു അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അങ്ങനെ അവർ താഴേക്ക് വന്ന് ഹരിയെ കൂട്ടിക്കൊണ്ട് തന്നെ പോലീസ് ജീപ്പിലൊക്കെ കയറ്റി പോവുകയാണ് കേട്ടോ. റിമോട്ട് കൊണ്ട് തന്നെ മനു ഗേറ്റും തുറന്നു കൊടുക്കുന്നുണ്ട്. അവർ പോയതിനു ശേഷം ഗേറ്റ് അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവർ പോയതിനു ശേഷം വിഷമത്തോടെ തന്നെ മനു അകത്തേക്ക് കയറി വരുന്നുണ്ട്. പോലീസുകാർ പോയതിന് പുറകെ തന്നെ കമല ശിവനെ വിളിക്കുകയാണ്. കമല കുറേ പ്രാവശ്യം ശിവനെ വിളിച്ചെങ്കിലും അവിടെ വർക്കിന് എന്തോ തിരക്കിലൊക്കെ ആയതുകൊണ്ട് തന്നെ ശിവൻ ഫോൺ എടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറേ പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോഴേക്കും ശിവൻ ഫോൺ എടുക്കുമ്പോഴേക്കും കമല നല്ല ദേഷ്യത്തിലാണ് കേട്ടോ. കമല ചോദിക്കുന്നുണ്ട്, എന്താ ശിവേട്ടാ, എന്താ ഫോൺ എടുക്കാഞ്ഞത്, ഞാൻ എത്ര തവണയായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, ഞാനിവിടെ ഓഫീസിലാണ്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതിനിടയിൽ നീ വിളിച്ചാൽ എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വരില്ല, ഞാനൊരു ട്രിപ്പിലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അയാൾ പറയുന്നുണ്ട്. കമല ഒരു വിഷമത്തോടു കൂടി തന്നെ കരഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ പറയുകയാണ്, എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ചത്തുപോയാൽ മതി, ഹരിയുടെ ആ കേസിൽ അത് ഈ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, അതറിഞ്ഞ് കുറേ നാട്ടുകാർ വന്ന് ഇവിടെ ആകെ ബഹളം ഉണ്ടാക്കി, ഗേറ്റ് തല്ലി പൊളിക്കാനും അതിൻ്റെ മണ്ടേ കയറുന്നുണ്ട് ചീത്ത വിളിക്കാനും കുറേ തെറിയും പടയൊക്കെ ആയിരുന്നു, ഇനി എന്താ എനിക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഞാൻ മടുത്തു എന്നൊക്കെ ഇങ്ങനെ കമല പറയുക കേട്ടോ. എന്നിട്ട് കമല പറയുന്നുണ്ട്, ആ പോലീസുകാർ ഹരിയും കൂട്ടി ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നു, തെളിവെടുപ്പിനാന്നും പറഞ്ഞാൽ കൊണ്ടുവന്ന്, ആകെ പ്രശ്നമാ, തെളിവെടുപ്പിനാന്നും പറഞ്ഞാൽ അവനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്, കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ടൊക്കെയാണ് വന്നത്, അവരെല്ലാവരും കൂടെ തല്ലി ചതയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ പറയാനോ കേട്ടോ കമല. അന്നേരം ശിവൻ ചോദിക്കുന്നുണ്ട്, തെളിവെടുപ്പോ, എന്നാ തെളിവെടുപ്പ്, അതിനെന്തിനാ വിലങ്ങ് വെച്ച് കൊണ്ടുവന്നെന്നൊക്കെ നീ ചോദിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. കമല പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചൊന്നുമില്ല, അവൻ്റെ റൂമിൽ കയറി എന്തൊക്കെയോ തപ്പി എടുത്തോണ്ട് പോയിട്ടുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, ഇത് നിസ്സാരമായിട്ടുള്ള കേസായിരിക്കുമെന്നേ, നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് അട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആ പെങ്കൊച്ച് മനഃപൂർവ്വം കൊണ്ടേ കേസ് കൊടുത്തതായിരിക്കും എന്നൊക്കെ ശിവൻ പറയുക. എന്തായാലും കമല ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അല്ലല്ലോ ശിവനോടും വിളിച്ച് പറഞ്ഞിരിക്കുന്നത്. ആ പെങ്കൊച്ച് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കെട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഹരിക്കെതിരെ കേസ് കൊടുത്താന്നൊക്കെയാണല്ലോ ശിവനോട് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അത് അത്രയേ ഉള്ളൂ, അത്രയും സീരിയസ് ആക്കേണ്ട പ്രശ്നമൊന്നുമില്ല എന്ന മട്ടിലാണ് ശിവൻ പറയുന്നത്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, നീ അതൊന്നും കാര്യമാക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇവിടെ ഇരുന്നോണ്ട് തന്നെ എനിക്കത് ഡീൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ പാലായിലുള്ള DYSP എനിക്കറിയാവുന്ന ആളാന്നേ, ഞാൻ അങ്ങേരെ വിളിച്ചോളാം, അങ്ങേരുമായിട്ട് സംസാരിച്ചോളാം, നീ പേടിക്കേണ്ട, ഞാനെല്ലാം ഇവിടെ ഇരുന്നോണ്ട് തന്നെ സെറ്റ് ചെയ്തോളാം എന്നൊക്കെ തന്നെ പറയുകയാണ്. അതിനിടയിൽ മനു എന്തെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും കമല പറയുകയാണ്, മനു ഇവിടെയുണ്ട്, അവനോട് ഞാൻ പറഞ്ഞതാ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകാൻ, ഹരിയുടെ കാര്യം എന്തെങ്കിലും ഒന്ന് നോക്കാൻ, ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കാൻ പറഞ്ഞതാ. അവൻ എന്ത് ചെയ്തിട്ടും പോവുകയില്ല, പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനൊരു പെണ്ണായി പോയില്ലേ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങി പോയേനെ എന്നൊക്കെ ഇങ്ങനെ കമല പറയുമ്പോഴേക്കും ശിവൻ പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട, നീ ഫോൺ വെച്ചോ, ഞാൻ എന്തായാലും മനുവിനെ വിളിച്ച് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ശിവൻ അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം കമലായി മനു എവിടെ പോയി, മനു എന്തെന്നൊക്കെ അന്വേഷിച്ച് മനുവിനെ തപ്പി പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ ശിവൻ ഉടനെ തന്നെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനു റൂമിൽ നിന്ന് പോലും ഇറങ്ങുന്നില്ല. മനു ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ആകെ നാണക്കേടായല്ലോ, അതുകൊണ്ട് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ശിവൻ മനുവിനെ വിളിച്ചിട്ട് മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താടാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുന്നേ, ഹരിയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നീ ചെയ്യണ്ടേ, ആ പോലീസുകാരെ പോയി കണ്ട് അവർക്ക് പൈസ കൊടുക്കണമെങ്കിൽ ഇച്ചിരി പൈസ കൊടുത്തിട്ടാണെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ മേലായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും മനു തിരിച്ച് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല ഈ കേസിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും അവന് ഊരെടുക്കാൻ പറ്റില്ല എന്ന് തന്നെ നമ്മുടെ മനു പറയുകയാണ്. ശിവൻ ചോദിക്കുന്നുണ്ട്, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്, കമല പറഞ്ഞല്ലോ ഏതോ ഒരു പെങ്കൊച്ച് കാശ് കട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പറഞ്ഞതാണ്, ഹരിയെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നൊക്കെ, അങ്ങനെയല്ലേ കേസ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതല്ലാതെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ നമ്മുടെ ശിവൻ ചോദിക്കുകയാണ്. അപ്പോൾ മനുവിന് മനസ്സിലായി അമ്മ അച്ഛനോട് ഇങ്ങനെയല്ല കാര്യങ്ങൾ പറഞ്ഞേക്കുന്നെന്നുള്ളത്. എന്നിട്ട് മനു തന്നെ ശിവനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു കേസല്ല ഇത്, ഈ പറയുന്ന രീതിയിലല്ല കേസിന്റെ പോക്ക്. ആ പെങ്കൊച്ച് ഹരി സ്നേഹിച്ചുകൊണ്ടിരുന്ന പെങ്കൊച്ച, കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഹരി എവിടുന്ന് ആ പെങ്കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോയത്. ഹരി മാത്രമല്ല, കടപ്പാട്ടൂരെന്ന് രോഹിയും 2 ഫ്രണ്ട്സും വേറെയുണ്ട്. ഇവർ 4 പേരും കൂടെ ആളൊഴിഞ്ഞൊരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ കൊച്ചിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അവിടെ ചെന്ന് അതും മയക്കുമരുന്ന് കൊടുത്ത് ആ പെങ്കൊച്ചിനെ എന്തൊക്കെ ഇവർ ചെയ്തതെന്നറിയാവോ, അതൊന്നും അച്ഛനോട് എനിക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അച്ഛൻ ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കുക, അതിൽ നിന്ന് ഹരിയെ രക്ഷപ്പെടുത്തിയെടുക്കാൻ അത്ര എളുപ്പമല്ല എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട്. ഇപ്പൊ തന്നെ എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു. ചില വാർത്തകളൊക്കെ ഇപ്പൊ തന്നെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നാളെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ മോന്റെ ഫോട്ടോ സഹിതം അടിച്ചു വരും. ഈ വാർത്തയൊക്കെ അധികം വൈകാതെ ഗൾഫിലും എല്ലാവരും അറിയും എന്നിങ്ങനെ പറയുമ്പോഴാണ് ശിവന് ഈ പ്രശ്നത്തിന്റെ സീരിയസ്നെസ് ഒക്കെ ഒന്ന് മനസ്സിലാവുന്നത് കേട്ടോ. കാരണം കമല പറഞ്ഞതും വിശ്വസിച്ച് ഇത് നിസ്സാര പ്രശ്നമാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴാണ് ശരിക്കും ഈ പ്രശ്നത്തിന് ഗൗരവം നമ്മുടെ ശിവന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വലിയ പ്രശ്നമാവൂടാ എന്നിങ്ങനെ ശിവൻ ചോദിക്കുമ്പോഴേക്കും, പിന്നെ ആകാണ്ട്, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അച്ഛാ, നമ്മൾ എത്ര പൈസ കൊടുത്ത് ആരെയും ഇതിൽ നിന്ന് ഊരാൻ നോക്കിയാലും അത് നടക്കാൻ പോകുന്നില്ല എന്നും മനു പറയുന്നുണ്ട്. നാളെ എന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കും, അതിനുശേഷം നേരെ റിമാൻഡ് ചെയ്യും, പിന്നെ ഇവർ സബ് ജയിലിലേക്ക് ആയിരിക്കും പോകുന്നതെന്നൊക്കെ ഇങ്ങനെ മനു പറയുകയാണ്. ജാമ്യം പോലും കിട്ടത്തില്ല അച്ഛാ, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ് മനു. ഇതെല്ലാം കേട്ട് ആകെ ടെൻഷനാകുകയാണ് കേട്ടോ ശിവനും. മനു പറയുന്നുണ്ട്, അച്ഛൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ, ഇതെല്ലാം എനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അച്ഛൻ ഉടനെ തന്നെ പുറപ്പെട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്നും പറയുക. ശിവൻ പറയുന്നുണ്ട്, ഞാനെന്നാ നോക്കട്ടെ, വരാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറയാമെന്നും പറയുന്നുണ്ട്. അങ്ങനെ അതും കഴിഞ്ഞ് ആ SI നേരെ ചെല്ലുന്നത് കടപ്പാട്ടൊരു വീട്ടിലേക്കാണ് കേട്ടോ. അലീനെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അന്നേരം ഗേറ്റ് അവിടെ അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഒരു PC വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റ് തുറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഗേറ്റിന് മുമ്പിൽ കുറേ പ്രാവശ്യം കിടന്ന് ഓൺ അടിക്കുമ്പോഴേക്കും അലീന വന്ന് നോക്കുന്നുണ്ട്. പോലീസുകാരാന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരത്തേക്ക് തന്നെ കൃഷ്ണമോളും അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ ചേച്ചിയെന്ന്. മോളെ അത് പിന്നെ പോലീസുകാരാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ആകെ 2 പേരും കൂടെ പേടിച്ചിങ്ങനെ ഷോക്കായി നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് അലീന ചെന്ന് ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ. അതിന് പോലീസുകാരകത്തേക്ക് കയറി വരുന്നുണ്ട്. വന്നതിന് ശേഷം രോഗത്തിൻ്റെ മുറിയൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണമെന്നും പറയുന്നുണ്ട്. SI എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഒരു വനിതാ പോലീസിനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അലീനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി ചോദ്യം ചെയ്യാനുള്ള ഒരു പുറപ്പാടിൽ തന്നെയാണ് അയാൾ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. എന്നിട്ട് അലീനയോട് അയാൾ ചോദിക്കുന്നുണ്ട്, നിന്നെ ആരെങ്കിലും ഇവിടെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ പിന്നെയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ, ഞാൻ ചോദിച്ചാൽ നീ കേട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കാം. അങ്ങനെ ഉത്തരം പറയാൻ മടിയാണെങ്കിൽ നിന്നെ ഇവിട്ടിട്ട് ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, എന്ത് ചോദിക്കാനാണെങ്കിലും ഇവിടെ വെച്ച് തന്നെ അങ്ങ് ചോദിച്ചാൽ പോരെ സാർ എന്നിങ്ങനെ ചോദിക്കാം. അപ്പോൾ അയാൾക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അയാൾക്കത് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് തന്നെ അയാൾ ദേഷ്യത്തോടെ അലീനോട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് ചോദ്യം ചെയ്യണോ അതോ സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യണോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. കൃഷ്ണമോളാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ കരഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. SI എന്നിട്ട് വനിതാ പോലീസിനോടായിട്ട് പറയുന്നുണ്ട്, ഇവളെയും പിടിച്ചോണ്ട് ഒന്ന് ജീപ്പിൽ കയറ്റ്,
ഇനി ചോദ്യം ചെയ്യൽ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടാകാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ എസ് ഐ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. വനിതാ പോലീസ് വന്നിട്ട് അലീനയുടെ കൈ പിടിച്ചോണ്ട് പോകാൻ നോക്കുമ്പോഴേക്കും കയ്യിൽ നിന്ന് അലീന വിടിയിപ്പിക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ വന്നോളാം എന്ന് തന്നെ പറയുക. എന്നിട്ട് അലീന അവരുടെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ പോലീസ് ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇയാൾ കണ്ണാടിയിലൂടെ തന്നെ അലീനയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുമുണ്ട്. ആ സമയത്ത് ആ വണ്ടി ഓടിക്കുന്ന പോലീസുകാർ ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടേക്കാണ് സാറേ, സ്റ്റേഷനിലേക്കാണോ അതോ പോലീസ് ക്യാമ്പിലേക്കാണോ കൊണ്ടുപോകേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അയാൾ ദേഷ്യത്തോടെ തന്നെ വീണ്ടും അലീനയെ ഇങ്ങനെ കണ്ണാടിയിൽ കൂടെ നോക്കുന്നുണ്ട്. എസ് ഐയുടെ മനസ്സിലെ ഉദ്ദേശം അത്ര നല്ലതൊന്നും അല്ല എന്നുള്ളത് അയാളുടെ നോട്ടം കാണുമ്പോൾ തന്നെ അറിയാം. എന്തായാലും ഉടനെ തന്നെ ഈ വിവരങ്ങളെല്ലാം തന്നെ രേവതിക്കുട്ടിയും അറിയുന്നുണ്ട്. ഇത്രയും വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.